ഒരു കുണ്ടലിനി ശക്തിയും ഉയർത്താതെ നമ്മുടെ മുജ്ജന്മങ്ങളെ നമുക്ക് കണ്ണ് തുറന്ന് കാണുവാൻ കഴിയും. നമ്മുടെ മുജ്ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അച്ഛനും അമ്മയുമാണ്. നമ്മൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും പുനർജന്മമാണ്. അവരിൽ നിന്നും പുനർജനിച്ചതാണ് നമ്മൾ. നമ്മളുടെ പുനർജന്മങ്ങൾ നമ്മളുടെ മക്കളാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് അവരെ കാണും, അവരെ സ്നേഹിക്കൂ. നമ്മളുടെ മുജ്ജന്മങ്ങളെയോ പുനർജന്മങ്ങളെയോ ദൈവങ്ങളെയോ കാണാൻ വേണ്ടിയിട്ടല്ല ഈ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും കാണാനായിട്ട് ഒരു കുണ്ടലിനിയുടെയും ആവശ്യമില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുക, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക, ആ മക്കളെ നെഞ്ചോട് ചേർക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ് നിങ്ങളുടെ മുജ്ജന്മമെന്ന് തിരിച്ചറിയുവാനുള്ള ശേഷിയാണ്, ശാസ്ത്രബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഫാൻറ്റസിയല്ല, റിയാലിറ്റിയാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളുടെ മക്കളെയും ഈ തെറ്റായിട്ടുള്ള സന്ദേശം പറഞ്ഞ് പഠിപ്പിക്കരുത്. നമ്മളുടെ മക്കളെയും എന്ത് പറഞ്ഞ് പഠിപ്പിക്കണം? നിങ്ങളുടെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവരവരുടെ മുജ്ജന്മം തപ്പിപ്പോകും. അന്നേരം കരയേണ്ടവർ. നമ്മളുടെ കുണ്ടലിനി എത്ര ഉയർന്നതായാലും താഴ്ന്നതായാലും അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നിവർന്ന നട്ടലോടുകൂടി ഈ മഹാവൃക്ഷ പ്രകൃതിയെപ്പോലെ ജീവിക്കാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാവേണ്ടത്. അന്ധവിശ്വാസികളുടെ കൂടാരത്തിൽ ചേക്കേറി അവിടെ നിന്നും മുജ്ജന്മവും പുനർജന്മവും തപ്പി അലയുന്ന ഭ്രാന്തന്മാരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കൂ, സത്യത്തെ തിരിച്ചറിയൂ, ശാസ്ത്രബോധത്തിൽ ജീവിക്കൂ. ഇതാണ് പറയാനുള്ളത്. വളരെ ഭീകരമാണ് ഈ അവസ്ഥ. അതാണ് ഇങ്ങനെ പറയുന്നത്.